കിഫ്ബി സിഇഒ പദവിയിൽ നിന്ന് സ്വയം ഒഴിയില്ലെന്ന് കെ.എം. എബ്രഹാം. സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട വിധിയെ സധൈര്യം നേരിടും. ഹർജിക്ക് പിന്നിൽ ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെയും ജേക്കബ് തോമസിന്റെയും ഗൂഢാലോചനയാണെന്നും കെ.എം. എബ്രഹാം ആരോപിച്ചു. PWD റെസ്റ്റ് ഹൌസ് ദുരുപയോഗിച്ചതിന് ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെ നടപടിയെടുത്തതിലുള്ള വൈരാഗ്യമാണെന്ന് എബ്രഹാം ആരോപിച്ചു. ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, സിബിഐ അന്വേഷണം വന്നാലും താൻ കുലുങ്ങില്ല എന്ന് വ്യക്തമാക്കുകയല്ലേ കെ.എം. എബ്രഹാം? സുജയ പാർവതി, CBI അന്വേഷണത്തെ സധൈര്യം നേരിടുമെന്നാണ് കിഫ്ബി സിഇഒയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ കെ.എം. എബ്രഹാം പറയുന്നത്. കിഫ്ബിയിലെ ജീവനക്കാർക്ക് ഒരു വിശദീകരണ കുറിപ്പ്, വിഷുവാശംസക്കൊപ്പം നൽകിയ ഈ വിശദീകരണ കുറിപ്പിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന ആക്ഷേപം കൂടി കെ.എം. എബ്രഹാം ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ജോമോൻ പുത്തൻപുരയ്ക്കലിന് തന്നോട് വൈരാഗ്യമുണ്ട്. അതിനു പുറമെ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ജേക്കബ് തോമസിന്റെ പങ്കാളിത്തവും ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെ നടപടിയെടുത്തിരുന്നു. താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ PWD റെസ്റ്റ് ഹൌസിലെ മുറി ദുരുപയോഗം ചെയ്തതിന് പിഴയൊടുക്കി. അതിന്റെ വൈരാഗ്യമാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ ഒരു നിയമ പോരാട്ടമായി മുന്നോട്ട് കൊണ്ടുപോയി തനിക്കെതിരെ ഇങ്ങനെ ഒരു വൈരാഗ്യം തീർക്കുന്നത്. അതേപോലെ തന്നെയാണ് ജേക്കബ് തോമസ് നേരത്തെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുമ്പോൾ, മേധാവിയായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ചില ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. ഇവരൊക്കെ ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ്. മാത്രവുമല്ല, കോടതിയിൽ നിന്നും ഇങ്ങനെ ഒരു വിധി വന്നത് അത് നിർഭാഗ്യകരമാണ്. താൻ എല്ലാ കണക്കുകളും കോടതിയെ ധരിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഭാര്യയുടെ സാമ്പത്തിക ഇടപാടുകൾ, അതിന്റെ കണക്കുകളടക്കം കോടതിയെ ധരിപ്പിച്ചെങ്കിലും അതൊന്നും പരിശോധിച്ചിട്ടില്ല. അത് പരിശോധിക്കാതെ ജോമോൻ പുത്തൻപുരയ്ക്കലിനെ വിശ്വാസത്തിലെടുത്ത് ജോമോൻ പുത്തൻപുരയ്ക്കലിന് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ താൻ സധൈര്യം പോരാടും, പോരാട്ടം ശക്തമായി തുടരും. ഒരിക്കലും താൻ രാജിവെക്കില്ല. രാജിവെച്ചു കഴിഞ്ഞാൽ അത് ഈ പരാതിയുമായി വ്യാജപരാതി എന്ന രീതിയിൽ തന്നെയാണ് കെ.എം. എബ്രഹാം പറയുന്നത്. ഈ പരാതിയുമായി തന്നെ വേട്ടയാടുന്നവരുടെ വിജയമായി അത് ചിത്രീകരിക്കപ്പെടും. അതുകൊണ്ടാണ് താൻ പദവി ഒഴിയാത്തത്. പക്ഷേ മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം താൻ പദവിയിൽ തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് തീരുമാനം എടുക്കാം എന്നുകൂടി കെ.എം. എബ്രഹാം വിശദീകരിക്കുന്നുണ്ട്. സുജയ.